രാവിലെ തന്നെ നമ്മളൊരു സ്ഥലത്ത് വേണ്ടിയിട്ട് നോക്കുമ്പോൾ വണ്ടിയിൽ എണ്ണയില്ല. അങ്ങനെ വണ്ടിക്ക് എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പമ്പ് ചെന്ന് നോക്കുമ്പോൾ പമ്പിലും എണ്ണയില്ല. ആടെ ഇപ്പോൾ ലോറി വന്നിട്ട് നറുക്കുന്നേ ഉള്ളൂ. ഈ പമ്പെല്ലാം ഉള്ള സ്ഥലം എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ. വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. ഇവിടെ ഇഷ്ടം പോലെ പാമ്പ് റോഡിന്റെ സൈഡിൽ കിടക്കുമെന്നല്ലാണ്ട് ഒരൊറ്റൊന്നും കടിക്കൂല. അങ്ങനെ നമ്മൾ അടുത്ത പമ്പിൽ എത്തിയിട്ട് നോക്കുമ്പോൾ ബേക്കുന്ന ഒരൊച്ച ഓരോന്നല്ലേ ഇതിന്റെ ടയർ പൊട്ടിയതാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ എണ്ണയെ അടിച്ച് വീട്ടിലേക്ക് തിരിച്ച്. നിങ്ങൾ ഈ പൊന്നിത്തങ്ങം എന്ന് കേട്ടിനാ? ആ പൊന്നിത്തങ്ങം നടക്കുന്ന സ്ഥലമാണ് ഇത്. എൻ്റെ വീട്ടിൻ്റെ അടുക്കുന്ന ആകെ 1.5 കിലോമീറ്റർ ഇല്ല. ഞാനാകെ വന്നതെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യമാണ്. അങ്ങനെ വീട്ടിലെത്തി ഞാൻ കുളിച്ചു മാറ്റി സുന്ദരക്കുട്ടപ്പനായി. അപ്പോഴേക്കാണ് അമ്മ വണ്ടി തിരിച്ചു വെക്കുന്നത്. ആ മഴവെള്ളം കണ്ടിട്ട് ഞാൻ ഓടി വണ്ടി കയറിയിട്ട് തിരിഞ്ഞു നോക്കും കാണാൻ അമ്മയും നല്ല സുന്ദര കുട്ടപ്പിയായി വണ്ടി കയറില്ലേ. കേക്കിൽ അനിയനുണ്ടേ. അങ്ങനെ പോകുന്ന നോക്കിൽ അനിയൻ അനിയൻ്റെ വീട്ടിൽ ട്യൂഷനും ആക്കിയിട്ട് അമ്മ ക്ലാസ് എടുക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ എത്തേണ്ടടുക്ക് എത്തിയിട്ടുണ്ട്. വീഡിയോ എടുക്കുന്ന കണ്ടെ മുഖംമാറി കണ്ടിനാ. നമ്മളുടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്രെയിം എടുക്കേണ്ടിയിട്ടാണ്. അങ്ങനെ ഫ്രെയിമെല്ലാം ബാക്ക് ചെയ്ത് വണ്ടിയിലെടുത്ത് വെക്കുന്നു. അമ്മ അവിടെ നിന്ന് ചോക്ലേറ്റ് അനക്ക് വേണ്ടിയിട്ട് എടുത്തില്ലേ. ഞാൻ പറഞ്ഞു ചോക്ലേറ്റിൽ ഇപ്പം ആരെങ്കിലും തിന്നോന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഒപ്പിച്ചിട്ട് അതിൻ്റെ കാര്യം നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടേക്കുമ്പോൾ മുമ്പിലൊരു വണ്ടി. അതിൻ്റെ ബാക്കിൽ എതിന് എന്നെ പിന്തുടരരുത്, ഞാൻ പോകുന്ന വഴി വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഞാൻ വേഗം കടത്തിയിട്ട് പോകും. അഥവാ എന്തെങ്കിലും പറ്റിയാലും. നേരത്തെ ചോക്ലേറ്റ് എന്തിനാണ് ഒപ്പിച്ചു വന്ന് ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഞാൻ അമ്മയൊരു റോളും പറഞ്ഞു, ഞാനൊരു പ്ലേറ്റ് ചോറും പറഞ്ഞു. വലിയ രസമൊന്നും ഇല്ല, ഞാൻ തിന്നല്ലേ പറ്റൂ, പൈസ കൊടുക്കണ്ടേ. അങ്ങനെ പകുതിക്കെത്തരം കാണാൻ അമ്മ പറയുന്നത് നമുക്ക് വണ്ടി ഓടണം. ഞാൻ പറഞ്ഞു ഓക്കെ. ഇങ്ങനെയുള്ള ആൾക്കാർ വണ്ടി ഓട്ടുമ്പോൾ സീറ്റ് ഓട്ടുന്നത് മസ്റ്റാണ്. ഇപ്പം നിങ്ങൾ പോകുന്നുണ്ടോ വിചാരിക്കും ഭയങ്കര പ്രോ ഡ്രൈവറാണ്. പക്ഷേ ഏതെങ്കിലും ഒരു വളവെത്തി കഴിഞ്ഞാൽ കൈയും കാലം പറക്കുന്ന ഞാനേ കാണുള്ളൂ. ഈ വണ്ടിയുടെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പം തിരിയുന്നില്ലേ അമ്മ. അങ്ങനെ നമ്മൾ ഏഞ്ചിൻ്റെ അടുക്കി എത്തി പിന്നെയും കുളിച്ച് സുന്ദരക്കുട്ടപ്പനായി. അപ്പോഴേക്കാണ് അമ്മ പറയുന്നത് കുറച്ച് സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഒരു 4-5 ആൾക്ക് മടല്. ഇതെല്ലാം കാറ് കയറ്റേണ്ടി പോയി. ഞാൻ കയറ്റാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അമ്മ എന്നെ കുത്തി കയറ്റുന്ന ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഒരു കാലം വീട്ടിലെത്തി എല്ലാം ഇറക്കി വെച്ച് അമ്മ വീട്ടിൽ വണ്ടി പാർക്ക് ചെയ്യുന്ന ഈ ടെസ്റ്റ് വയസ്സിന് അതിന്റെ കണ്ണാടി ഇപ്പം അങ്ങ് പോവുകയാണ്. അങ്ങനെ ഉറക്കം നേരം ഞാൻ കിടന്നു തുടങ്ങി.